2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പീൻ. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കർത്താവിൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുമോ എന്നൊരു വിഷയമാണ് ഈ പ്രഭാതത്തിൽ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. ഉടമ്പടികളെ, സമാധാനമില്ലാതിരുന്നവരായ ജനത്തിന് കർത്താവ് നൽകിയ വലിയ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനമായ ഒന്നാണ് സമാധാനം. കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപായി തൻ്റെ ശിഷ്യസമ്പത്തിന് കൈമാറിയത് സമാധാനമായിരുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞത്. സമാധാനം കർത്താവിൽ നിന്ന് കൈക്കൊണ്ടവർ സമാധാനത്തിൽ കഴിയേണ്ടവരും തൻ്റെ 2-ാം വരവിൽ സമാധാനത്തോടെ കാണപ്പെടേണ്ടവരുമാണ് എന്ന് ഓരോരുത്തരും തിരിച്ചറിയണമെന്ന് തിരുവചനം നമ്മെ ശക്തമായി ഉപദേശിക്കുന്നു. നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നമ്മെ അവൻ സമാധാനത്തോടെ കാണുവാൻ ആഗ്രഹിക്കുന്നു. അവൻ നമ്മെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പീൻ എന്ന് പത്രോസ് അപ്പോസ്തലനിൽ കൂടി ദൈവാത്മാവ് ശക്തമായി നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രിയരെ, നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെ അവൻ വേഗം മടങ്ങി വരും. അവൻ വരുമ്പോൾ തൻ്റെ രക്തത്താൽ സമ്പാദിച്ച സഭയെ സമാധാനമുള്ളവരായി കാണുവാനാണ് ആഗ്രഹിക്കുന്നത്. സഭ സമാധാനമുള്ളതായി കാണപ്പെടണമെങ്കിൽ പ്രിയരെ, നാം ഓരോരുത്തരും സമാധാനമുള്ളവരായിരിക്കേണ്ടതല്ലേ? അതേ കൂടപ്പിറപ്പേ, താങ്കൾ സമാധാനത്തിൽ കഴിയുന്നുണ്ടോ? താങ്കൾക്ക് സമാധാനമുണ്ടോ? താങ്കളിൽ സമാധാനം വാഴുന്നുണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിന് താങ്കളെക്കുറിച്ചുള്ള ആഗ്രഹം എന്താണെന്ന് അറിഞ്ഞ് അത് നിവർത്തീകരിക്കുവാൻ താങ്കൾക്ക് തിരുവചന സത്യങ്ങളുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുവാൻ സന്മനസ്സുണ്ടാകട്ടെ. യേശുക്രിസ്തുവിന് താങ്കളെക്കുറിച്ചുള്ള ആഗ്രഹം എന്നുള്ളത് വളരെ വ്യക്തമായി തിരുവചനം പഠിപ്പിക്കുന്നു. കറ കളങ്കം ഇല്ലാതെ സമാധാനത്തോടെ ഇരിക്കുന്നത് കാണണം എന്നുള്ളതാണത്. നിങ്ങളുടെ ഹൃദയത്തിലും ആത്മാവിലും സമാധാനമുള്ളവരായി കാണുവാൻ കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായി കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി നിങ്ങൾ ഉത്സാഹിക്കുമോ? കർത്താവിനെ കാണുവാൻ കാത്തിരിക്കുന്ന ഒരു വിശുദ്ധൻ കറയും കളങ്കവും ഇല്ലാത്തവരായിരിക്കണം. അവൻ നമുക്ക് വേണ്ടി ക്രൂശുമരണം വരിച്ചത് തന്നെ ഇതിനു വേണ്ടിയാണ്. ഒരുവന്റെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടുന്നതും സമാധാനത്തിൽ നിന്ന് ഒരുവനെ അകറ്റി നിർത്തുന്നതും ജീവിതത്തിൽ മുറുകെ പറ്റുവാൻ സാധ്യതയുള്ള കറയും കളങ്കവുമാണ്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്, കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. നോക്കൂ, എത്ര ശക്തമായ വ്യക്തമായ തിരിച്ചറിവാണ് അപ്പോസ്തലൻ പൗലോസ് ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ ആധികാരികതയെ, ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ ഉദ്ദേശത്തെ ദൈവസഭയ്ക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. പ്രിയരെ, അതുകൊണ്ട് നാം ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മുടെ അങ്കി വെളുപ്പിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിക്കേണ്ടതിനുള്ള തിരുവചനാഹ്വാനം അനുസരിക്കുവാൻ ശക്തമായി ദാഹവും ആഗ്രഹവും ഉള്ളവരായും അതിനുവേണ്ടി ശ്രമിക്കുന്നവരുമായി നമുക്ക് മുന്നേറുവാൻ കഴിയണം. പത്രോസ് അപ്പോസ്തലൻ നമ്മെക്കുറിച്ചുള്ള ഒരു ശക്തമായ ആലോചന പറഞ്ഞത് ഇപ്രകാരമാണ്: കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്ന ദൈവമക്കളെ തങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ കർത്താവ് തന്നെ ഉറപ്പിക്കുമെന്നതാണ്. ഒരു ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും.
പ്രിയരെ, നമുക്ക് പ്രത്യക്ഷനാകാൻ പോകുന്ന യേശുക്രിസ്തുവിന് മുൻപിൽ നിൽക്കുവാൻ നാം ഒരുങ്ങിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്നു. അന്ന് നമ്മുടെ കർത്താവിൻ്റെ ആഗ്രഹം നാം ഓരോരുത്തരും സാധിപ്പിക്കുന്നവരായി മാറുമോ? നമ്മുടെയൊക്കെ ഓരോ ദിവസത്തെയും പ്രാർത്ഥനയിൽ പലതും നമുക്ക് വേണ്ടി തന്നെയുള്ളതാണല്ലേ? കർത്താവേ, എൻ്റെ ആഗ്രഹം സാധിപ്പിച്ച് ഇന്ന് എന്നെ അനുഗ്രഹിക്കണമെന്നാണ് പലരുടെയും പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനകൾ പലതും അപ്രകാരമുള്ളതാണ്. നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കേണ്ടതിന് വേണ്ടി, നമുക്ക് രോഗസൗഖ്യം ഉണ്ടാകേണ്ടതിന് വേണ്ടി, നമുക്ക് നന്മയുണ്ടാകേണ്ടതിന് വേണ്ടിയൊക്കെയുള്ള പ്രാർത്ഥനകൾ, ഇതെല്ലാം നമ്മുടെ വ്യക്തിപരമായ കാര്യസാധ്യത്തെ ലക്ഷ്യമിട്ടുള്ള പ്രാർത്ഥനകളാണ്. എന്നാൽ തിരിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുവാൻ കൂടപ്പുറപ്പെ തയ്യാറാണോ? കർത്താവേ, അങ്ങയുടെ ആഗ്രഹം സാധിപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ ഹിതം അറിഞ്ഞ് അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ എന്നെ പ്രാപ്തനാക്കണമേ. കർത്താവിൻ്റെ ആഗ്രഹം എന്തെന്ന് അറിയുക. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മെ സമാധാനത്തിൽ കാണുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു അവസാനമായി ശിഷ്യഗണങ്ങൾക്ക് തന്നേച്ചു പോയത് സമാധാനമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. കൂടപ്പുറപ്പുകളെ, ലോകത്തിനെടുത്തു മാറ്റാനാകാത്ത സമാധാനം നമ്മിൽ പകർന്നിട്ടുണ്ട്. ലോകത്തിനെടുത്തു മാറ്റാനാകത്തില്ലെങ്കിലും നമുക്കതെടുത്തു കളയുവാനാകും. അതിനിടയാകാതെ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. കർത്താവ് നമ്മെ സമാധാനത്തിലിരിക്കുന്നത് കാണുവാൻ ഇടയാകണം. സമാധാനത്തെ കെടുത്തിക്കളയുന്ന ഒന്നിലും ഇടപെടാതിരിക്കുക. കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി സമാധാനത്തോടെ, സന്തോഷത്തോടെ, വിശ്വാസത്തോടെ, വിശുദ്ധിയോടെ, വേർപെട്ട ജീവിത ആരാധന അനുഭവത്തോടെ കൂടപ്പിറപ്പുകളെ ഒരുങ്ങുക. കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി സമാധാനത്തോടെ കാത്തിരിക്കുക. കർത്താവ് ആ നാളിൽ നമ്മെ സമാധാനത്തോടെ കാണുവാൻ കാത്തിരിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്കടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ നല്ല ദിവസത്തിൻ്റെ ഈ പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങളെ ശ്രദ്ധയോടെ കേട്ട് ആ വചനത്തിൻ്റെ സത്യങ്ങൾ തിരിച്ചറിയുവാൻ, ആ വചനം ഉൾക്കൊള്ളുവാൻ, അതിന് പ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുവാനൊക്കെ താല്പര്യപ്പെടുകയും അതിനുവേണ്ടി സമർപ്പിക്കുകയും അതിനുവേണ്ടി ഞങ്ങൾ ഉത്സാഹിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയും സമർപ്പണവും സർവശക്തനായ ദൈവം ശ്രദ്ധ വെച്ച് കേട്ട് ഞങ്ങൾക്ക് മറുപടിയും അനുഗ്രഹവും വിടുതലും നൽകി തന്ന് സഹായിക്കണമേ കർത്താവ്. അങ്ങയുടെ ഹിതം തിരിച്ചറിഞ്ഞ് അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുവാൻ, അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ ഞങ്ങൾ ഉത്സാഹമുള്ളവരായി തീരേണ്ടതിന് വേണ്ടിയും ഞങ്ങളതിന് ശ്രമിക്കുന്നവരായി തീരേണ്ടത്, ഞങ്ങളുടെ ശ്രമത്തിൽ ഞങ്ങൾ വിജയിക്കുന്നവരായി തീരേണ്ടതിന് വേണ്ടിയും പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഇന്ന് പകലിൽ ഞങ്ങൾക്ക് നൽകി തരണം. കർത്താവിൻ്റെ ആഗ്രഹം ഞങ്ങൾ സാധിപ്പിക്കുന്നവരായി ദൈവപ്രസാദം പ്രാപിപ്പാൻ, ഉയരത്തിലെ സന്തോഷം ഞങ്ങൾ അനുഭവിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്കിടയായി തീരട്ടെ. കർത്താവിൻ്റെ ആത്മാവിനെ ഞങ്ങളെ നടത്തണം, ബലപ്പെടുത്തണം. സമർപ്പിച്ച് പ്രാർത്ഥനയുടെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിൻ്റെ ഏറിയ കൃപ പകരുമാറാകണമേ. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നപ്പ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. സുഖം വിടുന്നു നിന്നെ തേടി വന്ന ഇടയിൽ, സുരലോക സുഖം വിടുന്നു നിന്നെ തേടി വന്ന ഇടയിൽ, തന്റെ ദേഹമെന്താക്കിയ ശീലമാകത്തുന്നു, തന്റെ ദേഹമെന്താക്കിയ ശീലമാകത്തുന്നു.
നീ